ദേവൻ ഗൗരിയുടെ കഴുത്തിലെ താലി വിരലുകൾ കൊണ്ടെടുത്തു പറഞ്ഞു. ഇത് ഭഗവാന്റെ അനുഗ്രഹവും നിന്റെ സമ്മതവും ഇല്ലാതെ കെട്ടിയതാ. ഇനി ഭഗവാന്റെ അനുഗ്രഹത്തോടെ നിന്റെ പൂർണ്ണ സമ്മതത്തോടെ എനിക്ക് നിന്റെ കഴുത്തിൽ താലി കെട്ടണം. ആശ്ചര്യത്തോടെ അവൾ അവനെ നോക്കി നിന്നു. അവൻ കുറച്ചുകൂടി അവളുടെ അടുത്തേക്ക് നീങ്ങി നിന്ന് അഴിച്ചിട്ടിരുന്ന അവളുടെ മുടി വിരലുകൾ കൊണ്ട് വാരിയെടുത്ത് ഒതുക്കി മുന്നിലിട്ടു. കഴുത്തിൽ കിടന്നിരുന്ന താലിച്ചരടിന്റെ കെട്ടഴിച്ചു. കഴുത്തിൽ നിന്ന് ഊരിപ്പോന്ന ആ താലിച്ചരട് അവൾ രണ്ട് കൈകൾ കൊണ്ടും പിടിച്ചു. പൂജാരി ഒരു ഇലയിൽ പ്രസാദവും പൂക്കളും അതോടൊപ്പം സ്വർണ്ണച്ചെയിനിൽ കോർത്ത താലിയുമായി അത് ദേവന്റെ കയ്യിലേക്ക് നീട്ടി. അവൻ അത് വാങ്ങി ഗൗരിയുടെ കയ്യിൽ വെച്ചു. അതിൽ നിന്ന് താലിമാല മാത്രം എടുത്ത് അവളുടെ മുഖത്തേക്ക് നോക്കി മനോഹരമായി ചിരിച്ചുകൊണ്ട് അവൻ ചോദിച്ചു, കെട്ടട്ടെ? അവൾ നാണത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടി. ദേവൻ ഒരു ചെറു പുഞ്ചിരിയോടെ മനുവിനെ നോക്കി. മനുവിൻ്റെ മുഖത്തും സന്തോഷത്തിൻ്റെ പ്രകാശമുണ്ടായിരുന്നു. ഗൗരി കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചു. ശ്രീകോവിലിനുള്ളിലേക്ക് നോക്കി മനസ്സുരുക്കി തൊഴുത ശേഷം അവൻ പവിത്രമായ ആ താലി അവളുടെ കഴുത്തിൽ ചാർത്തി. തുടർന്ന് അവളുടെ മുഖം തൻ്റെ കൈക്കുമ്പിളിലെടുത്ത് നെറ്റിയിൽ സ്നേഹത്തോടെ ചുണ്ടുകൾ അമർത്തി. നാണം കൊണ്ട് അവളുടെ മുഖമൊന്നു വിടർന്നു. ഒപ്പം നാണത്തോടെ തല താഴ്ത്തി നിന്നു. പൂജാരി നൽകിയ ഇലയിലുണ്ടായിരുന്ന കുങ്കുമമെടുത്ത് അവളുടെ നെറുകയിൽ ചാർത്തി. ആ ഇല വാങ്ങി ദേവൻ മനുവിന് നേരെ നീട്ടി. അവൻ ആശ്ചര്യത്തോടെ ദേവനെ നോക്കി. അതിനുശേഷം നിത്യയുടെ മുഖത്തേക്കും. അതിൽ നിന്ന് ഒരു നുള്ളു കുങ്കുമമെടുത്ത് ഒഴിഞ്ഞുകിടക്കുന്ന നിത്യയുടെ സീമന്തരേഖയിൽ ചാർത്തി. പറഞ്ഞറിയിക്കാനാവാത്തൊരു നിർവൃതി നിത്യയുടെ ഉള്ളിൽ അലയടിച്ചു. ആ നിമിഷം അവളുടെ മനസ്സ് പൂർണ്ണ അർത്ഥത്തിൽ ഒരു ഭാര്യയായി മാറിയതായി അവൾക്ക് തോന്നി. പൂജാരി പൂജാതട്ടിൽ നിന്ന് തുളസിമാലയെടുത്ത് ദേവനും ഗൗരിക്കും കൊടുത്തു. ആദ്യം ഗൗരി ആ മാല ദേവന്റെ കഴുത്തിൽ അണിയിച്ചു. ശേഷം ദേവൻ അവളുടെ കഴുത്തിലും. പൂജാരി അവർക്ക് അനുഗ്രഹം നൽകിക്കൊണ്ട് തീർത്ഥവും പ്രസാദവും നീട്ടി. ആ മനോഹരമായ മുഹൂർത്തം ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ കൂടുതൽ തിളക്കമുള്ളതായി മാറി. ശ്രീകോവിലിന് മുന്നിൽ നിന്ന് പുറത്തിറങ്ങി ക്ഷേത്രമുറ്റത്തെ ഒരറ്റത്തായി നിന്നിരുന്ന ആലിൻചുവട്ടിലേക്ക് അവർ നടന്നു. ആലിൻചുവട്ടിലെ ദേവീ വിഗ്രഹത്തിനടുത്തായി നിന്നിരുന്ന ആര്യവേപ്പിന്റെ ഒരു കൊമ്പിൽ പഴയ താലിച്ചരട് കെട്ടിവെച്ചു. മനു, ഞങ്ങളുടെ ഒരു ഫോട്ടോ എടുക്ക് എന്ന് പറഞ്ഞ് ദേവൻ ഫോൺ മനുവിന് നേരെ നീട്ടി. അവൻ അത് വാങ്ങി ഫോട്ടോ എടുത്തു കഴിഞ്ഞപ്പോൾ, ഇനി നിങ്ങൾ നിൽക്ക്, ഞാനെടുക്കാം എന്ന് പറഞ്ഞ് ദേവൻ ഫോൺ വാങ്ങി മനുവിനെയും നിത്യയെയും ഒരുമിച്ച് നിർത്തി. ചെറിയ അകലം പാലിച്ച് നിൽക്കുന്നത് കണ്ട് ദേവൻ, മനു, കൈ നിത്യയുടെ തോളിലേക്ക് വയ്ക്ക്, അങ്ങനെ ഭംഗി. ചെറിയൊരു മടിയോടെയാണെങ്കിലും മനു കൈ നിത്യയുടെ തോളിലേക്ക് വെച്ചു. കുറേ പോസുകളിൽ അവർ ഫോട്ടോകൾ എടുത്തു. അതുപോലെയെല്ലാം മനുവിനെയും നിത്യയെയും നിർത്തിയും എടുത്തു. യാത്ര പറഞ്ഞ് പിരിയാൻ നേരം ഗൗരിയുടെയും മനുവിൻ്റെയും ഉള്ളിൽ വല്ലാതെ വേദന തോന്നി. ഗൗരി നിത്യയുടെ കയ്യിൽ പിടിച്ചു. കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകിയെങ്കിലും ചിരിച്ച്, മനുവേട്ടനെ നന്നായി സ്നേഹിക്കണം, ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാൻ നോക്കിക്കോളാം, സന്തോഷത്തോടെ പൊയ്ക്കോ, ഗൗരിയുടെ കവളിൽ തലോടിക്കൊണ്ട് നിത്യ പറഞ്ഞു. ഒരു പൊട്ടിക്കരച്ചിലോടെ ഗൗരി നിത്യയെ കെട്ടിപ്പിടിച്ചു. മനു അവരുടെ അടുത്തേക്ക് വന്ന് നെറുകയിൽ തലോടിക്കൊണ്ട്, ഗൗരി, കരയാതെ. അവൾ തലയുയർത്തി നോക്കി. നിന്റെ സന്തോഷത്തിനു വേണ്ടിയാ ഞാൻ ഇങ്ങനെയെല്ലാം ചെയ്തത്, പിന്നെ എന്തിനാ കരയുന്നത്? മനുവേട്ടാ, നിങ്ങൾ രണ്ടാളും സന്തോഷത്തോടെ ജീവിക്കണം, എങ്കിലേ എനിക്കും സന്തോഷം ഉണ്ടാവൂ. എല്ലാം ശരിയാവും, നീ സന്തോഷത്തോടെ പോ. ഓക്കെ മനു, രണ്ടാളും ഒരു ദിവസം അവിടേക്ക് വരൂ. അവർ യാത്ര പറഞ്ഞ് കാറിൽ കയറി. ഗൗരി പുഞ്ചിരിയോടെ മനുവിനെയും നിത്യയെയും നോക്കി കൈവീശി കാണിച്ചു. അവർ തിരിച്ചും. വീട്ടിലേക്കുള്ള യാത്രയിൽ അവർ ഒന്നും സംസാരിച്ചില്ല. വീടിൻ്റെ മുറ്റത്തെത്തി കാർ നിർത്തിയിട്ടും ഗൗരി അറിഞ്ഞിരുന്നില്ല. എന്തൊക്കെയോ അവളുടെ മനസ്സിൽ കിടന്ന് പുകയുന്നുണ്ടെന്ന് അവന് തോന്നി. ദേവൻ അവളെ തൊട്ട് വിളിച്ചപ്പോഴാണ് അവൾ പരിസരബോധത്തിലേക്ക് വന്നത്. ഡോർ തുറന്നിറങ്ങി റൂമിൽ ചെന്നതും ദേവൻ റൂമിൻ്റെ ഡോർ അടച്ചു. അവളെ വലിച്ചടുപ്പിച്ച് നെഞ്ചോട് ചേർത്ത് നിർത്തി പുണർന്നു. ഏയ് വിടൂ, എന്താ ഈ ചെയ്യുന്നത്? പ്രണയം തുളുമ്പുന്ന കണ്ണുകളോടെ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു. എന്താ ചെയ്താല്? നീ എൻ്റെ ഭാര്യയല്ലടി. അവൻ്റെ വാക്കുകളിൽ അമർന്ന പ്രണയം അവളുടെ ഉള്ളിൽ ഒരു വിറയലുണ്ടാക്കി. രണ്ടുപേരുടെയും കണ്ണുകൾ പരസ്പരം ഉടക്കി നിന്നു. ദേവൻ പതിയെ മുഖം താഴ്ത്തി അവളുടെ മുഖത്തോടടുപ്പിച്ചു. അവൻ്റെ സാമീപ്യത്തിൽ അവളിൽ ഉണർന്ന ഹൃദയമിടിപ്പ് അവൻ വ്യക്തമായി തിരിച്ചറിഞ്ഞു. അവൻ്റെ ചൂടുള്ള നിശ്വാസം അവളുടെ ശ്വാസോച്ഛ്വാസവുമായി ഇടകലർന്നു. ആ സ്പർശനത്തിൽ അവളുടെ അടിവയറ്റിൽ ഒരു മിന്നൽ പിണർ പോലെ മനോഹരമായൊരു തണുപ്പ് പടർന്നു കയറി. അവൻ്റെ ചുണ്ടുകൾ അവളുടെ അധരത്തിൽ തൊട്ടതും നാണത്തോടെ അവൾ പെട്ടെന്ന് അവനെ തള്ളിമാറ്റി തിരിഞ്ഞു നിന്നു. അന്നേരവും അവളുടെ ഹൃദയം വല്ലാതെ മിടിച്ചുകൊണ്ടിരുന്നു.
അവളുടെ ആ നിൽപ്പ് കണ്ട് അവൻ്റെ ചുണ്ടുകളിൽ ചെറിയൊരു പുഞ്ചിരി വിരിഞ്ഞു. പതിയെ അവളുടെ അരികിലേക്ക് ചെന്ന് പുറകിലൂടെ അവളെ വരിഞ്ഞു പിടിച്ചുകൊണ്ട് അവൻ അവളുടെ കയ്യിൽ കോർത്തു പിടിച്ചു. അവൻ്റെ ചൂടുള്ള നിശ്വാസം അവളുടെ കാതോരത്തെ തലോടി. എൻ്റെ നെഞ്ചിനുള്ളിൽ എന്നേക്കുമായി ചേർത്ത് വച്ച എൻ്റെ ജീവൻ്റെ ജീവനാ നീ. അവൻ്റെ ചുണ്ടുകൾ മന്ത്രിച്ചു. ഒപ്പം അവളുടെ കഴുത്തിൽ അവൻ്റെ ചുണ്ടുകൾ അമർത്തി. ആ സ്പർശനത്തിൻ്റെ തീവ്രതയിൽ ഒരു നിമിഷം അവളുടെ കാലുകൾ നിലത്ത് നിന്ന് ഒന്നുയർന്നു. പരവശയായി കണ്ണുകൾ ഇറുക്കി അടച്ചുപോയി. അവളുടെ ആ വിറയിലും ഭാവങ്ങളും കണ്ട് ദേവന്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. കൂടുതൽ സ്നേഹത്തോടെ അവൻ അവളെ തിരിച്ച് നെഞ്ചോട് കൂടുതൽ ചേർത്ത് നിർത്തി മുഖം കൈകൾ കൊണ്ടുയർത്തി അവൻ്റെ മുഖത്തിന് നേരെ പിടിച്ചു. എന്താ പെണ്ണെ, ഒരു വിറയൽ? അവൻ്റെ സ്വരത്തിൽ പ്രണയവും കൊഞ്ചലും ഒരുപോലെ നിറഞ്ഞു നിന്നു. നാണത്തോടെ മുഖം വെട്ടിച്ചുകൊണ്ട് അവൾ അവൻ്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തി. ആ ചെറിയൊരു മൗനം പോലും അവരുടെ ഇടയിലെ സ്നേഹത്തിന് ആഴം കൂട്ടുകയായിരുന്നു. ആ സ്വർഗത്തിലെ കട്ടുറുമ്പാവാൻ എന്നവണ്ണം ദേവന്റെ ഫോൺ റിങ് ചെയ്തു. ഒരു ഞെട്ടലോടെ അവനിൽ നിന്ന് അടർന്നു മാറി അവൾ നാണത്തോടെ ചിരിച്ച് തല താഴ്ത്തി നിന്നു. അവളുടെ മുഖത്തെ നാണം കണ്ട് അവനും ചിരി വന്നു. കോൾ അറ്റൻഡ് ചെയ്ത്, എന്തടാ സാറിന്ന് പോരല്ലേ? ആ. അവൾ അവിടുന്ന് പോകാൻ തുടങ്ങിയതും അവളെ പിടിച്ച് വീണ്ടും നെഞ്ചോട് ചേർത്ത് നിർത്തി. അവൾ ശബ്ദമുണ്ടാക്കാതെ അവൻ്റെ പിടിയിൽ നിന്ന് മാറാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അവൻ വിടാതെ മുറുകെ പിടിച്ചിരിക്കുന്നതുകൊണ്ട് അവൾ അവൻ്റെ നെഞ്ചിൽ മുഖം ചേർത്ത് വെച്ച് ഒരു കടി കൊടുത്തു. ആ എന്ന് പറഞ്ഞുകൊണ്ട് അവളെ വിട്ട് കടികൊണ്ട ഭാഗത്ത് കൈകൊണ്ട് തിരുമ്മി. അവൾ ചുണ്ടുകൾ കടിച്ചു പിടിച്ച് ചിരിച്ച് അവിടുന്ന് ഓടിപ്പോയി. എന്താ സാർ? ശബ്ദം കേട്ട് രവി ചോദിച്ചു. അവൻ കടികൊണ്ട ഭാഗത്ത് വിരലുകൾ കൊണ്ട് തഴുകി. ഏയ് ഒന്നുമില്ല, ഒരു പൂമ്പാറ്റ കടിച്ചതാ. പൂമ്പാറ്റ കടിക്കേ? ആ, ഈ പൂമ്പാറ്റ കടിക്കും. നിനക്കെന്താ വേണ്ടത്? എപ്പോഴാ പോരുന്നതെന്നറിയാൻ വിളിച്ചതാ. കുറച്ച് കഴിഞ്ഞ് ഇറങ്ങും. ശരി എന്ന് പറഞ്ഞ് ദേവൻ കോൾ കട്ട് ചെയ്തു. അവൻ്റെ ചുണ്ടിൽ വീണ്ടും പുഞ്ചിരി വിരിഞ്ഞു. ഷർട്ടിൻ്റെ ബട്ടൺ അഴിച്ച് നെഞ്ചിൽ നോക്കി. മുമ്പ് ഗൗരിയെ സ്റ്റോർ റൂമിൽ കൊണ്ടുവന്ന് തള്ളിയപ്പോൾ പേടിപ്പിക്കാൻ ചേർത്ത് നിർത്തിയപ്പോൾ നെഞ്ചിൽ കടിച്ച ഭാഗം കരുവാളിച്ച് കിടക്കുന്നത് നെഞ്ചിലെ രോമങ്ങൾക്കിടയിൽ വ്യക്തമായി കാണാം. അതിനടുത്തായി ഇപ്പോൾ കടിച്ചതിൻ്റെ ചെറിയൊരു ചുവന്ന പാട്. അവൻ അതിൽ നോക്കി ചിരിച്ചു ചെന്ന് ബെഡിൽ കിടന്നു. ഗൗരി അമ്മായിയുടെ കാലിൽ കുഴമ്പ് പുരട്ടിക്കൊണ്ടിരിക്കുമ്പോൾ, നീ ഇന്ന് പോയാ ഇനി എപ്പോഴാ വരുന്നത്? അറിയില്ല അമ്മായി. ദേവേട്ടൻ പറയുന്നത് പോലെ അനുസരിക്കാനല്ലേ എനിക്ക് പറ്റൂ. ദേവേട്ടൻ വന്നോളാൻ പറഞ്ഞാൽ വരാം. നിന്റെ ഓഹരി രജിസ്ട്രേഷൻ്റെ അന്ന് നീ വേണമല്ലോ, അപ്പം വരില്ലേ എന്ന് ചോദിച്ച് അമ്മാവൻ റൂമിലേക്ക് വന്നു. അമ്മാവനെ കണ്ടതും അവൾ എഴുന്നേറ്റ് നിന്നു. പേപ്പറെല്ലാം എഴുതി കഴിഞ്ഞാൽ വിളിച്ചാൽ മതി മാമേ, അപ്പം വരാം. അയാൾ മൂളി. അവൾ അവിടുന്ന് പോന്ന് ഡോറിനടുത്തെത്തി നിന്ന് തിരിഞ്ഞു നോക്കി. മാമേ, എൻ്റെ അമ്മയുടെ ഫോട്ടോ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? ഇപ്പം അതൊന്നും ഇല്ല. നീ കുട്ടിയായിരിക്കുമ്പോൾ അതിൽ നോക്കി എപ്പോഴും കരച്ചിലായിരുന്നു. അതുകൊണ്ടാണ് അതെല്ലാം എടുത്ത് കത്തിച്ചത്. അവൾ സങ്കടത്തോടെ അവിടുന്ന് പോന്നു. റൂമിൽ ചെന്നപ്പോൾ ദേവൻ അമ്പലത്തിൽ പോകാൻ ഉടുത്തിരുന്ന മുണ്ട് മാറ്റി പാൻ്റ് ഇട്ടിരിക്കുന്നു. നീ ഇതെവിടെയായിരുന്നു? നമുക്ക് പോണ്ടേ? അമ്മായിക്ക് കാലിലൊന്ന് കുഴമ്പടാൻ പറഞ്ഞിരുന്നു, അതിന് പോയതാ. ഞാൻ ഇപ്പം റെഡിയായിട്ട് വരാം എന്ന് പറഞ്ഞ് ബാഗിൽ നിന്ന് ഡ്രസ്സ് എടുത്ത് പുറത്തേക്ക് പോയി. എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങി. ഒരുപാട് കണ്ണീരും കഷ്ടപ്പാടും സമ്മാനിച്ച നാടാണെങ്കിലും വിട്ടുപോകുമ്പോൾ അവളുടെ നെഞ്ചൊന്നു പിടഞ്ഞു. റൂം വെക്കേറ്റ് ചെയ്തിട്ടില്ലാത്തതിനാൽ ഹോട്ടൽ സിൽവർ പ്ലാസയിൽ ചെന്നു. റൂമിന് മുന്നിലെത്തി ഡോർ തുറന്ന് അകത്തേക്ക് കയറാൻ തുടങ്ങിയതും പിന്നിൽ നിന്നൊരു വിളി. ദേവൻ. അവൻ ഞെട്ടി തിരിഞ്ഞു നോക്കി. മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് അവനൊന്ന് പതറി. വിളറിയ മുഖത്ത് പുഞ്ചിരി വരുത്തി. അങ്കിൾ, അങ്കിൾ എന്താ ഇവിടെ?